നമുക്കിന്നൊരു കല്യാണം കൂടിയാലോ? ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ദീപകിന്റെ മാരേജ് ആയിരുന്നു. കോഴിക്കോട് വെച്ചിട്ടായിരുന്നു കല്യാണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി തലേന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അവനൊരു ഗ്രൂം ടു ബി കൊടുക്കണമെന്ന് കുറേ ദിവസങ്ങളായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരുടെയും സമയവും സാഹചര്യമൊക്കെ ഒത്ത് വരാത്തതുകൊണ്ട് തന്നെ ഫൈനലി അത് വെഡ്ഡിങ് ഈവ് വരെ എത്തി. ഞങ്ങൾ പോകുമ്പോൾ തന്നെ ഒരു കേക്കൊക്കെ മേടിച്ചുകൊണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. തലേന്ന് അവൻ്റെ വീട്ടിൽ അവൻ്റെ ഫാമിലി മെമ്പേഴ്സ് മാത്രമായിട്ടുള്ള ഒരു ചെറിയ ഫംഗ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഗ്രൂം ടു ബിയും ഒരു ചെറിയ ഫംഗ്ഷൻ ആയിരുന്നു. ഞങ്ങൾ ഫ്രണ്ട്സും അവനും മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ ഫംഗ്ഷൻ, ഞങ്ങളുടെ ഒരു ഹാപ്പിനെസ്സിനും അതുപോലെ തന്നെ ചെറിയ മെമ്മറിക്കും വേണ്ടി മാത്രം ചെയ്തത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഫ്രണ്ട് ചെയ്തൊരു ഫ്രെയിം ഉണ്ടായിരുന്നു, അതും അവന് ഗിഫ്റ്റ് ചെയ്തു. അതിനുശേഷം അവൻ്റെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഞങ്ങളെല്ലാവരും കൂടി അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്റ്റേയിലേക്ക് പോയത്. നമുക്ക് വേണ്ടിയിട്ട് അവനൊരു സ്റ്റേ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കാപ്പാട് ഒരു ബീച്ച് സൈഡിലായിട്ടുള്ള ഒരു റിസോർട്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വില്ലയായിരുന്നു. 4 ബെഡ്റൂം വരുന്ന നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു. നമ്മുടെ ബാൽക്കണിയിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബീച്ച് വ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ തലേന്ന് രാത്രിയും മോർണിംഗും ഒക്കെ നമ്മൾ കുറേ നേരം ബീച്ചിലൊക്കെ സ്പെൻഡ് ചെയ്തതിൻ്റെ ശേഷമാണ് നമ്മൾ 10:30-ക്കായിരുന്നു മുഹൂർത്തം. താലികെട്ടിന് മുന്നേ തന്നെ അവിടെ എത്തണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ തന്നെ ഒരുങ്ങി റെഡിയായി മുഹൂർത്തത്തിന് മുന്നേ തന്നെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ബ്രൈഡിൻ്റെ എൻട്രി അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂമിൻ്റെ എൻട്രി ഒക്കെ കണ്ടു. ആഫ്റ്റർ ദാറ്റ് നമ്മുടെ ചെക്കൻ കെട്ടി. അങ്ങനെ കെട്ടൊക്കെ കഴിഞ്ഞിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഫോട്ടോസ് എടുക്കാനായിട്ട് പോയത്. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ മാരേജ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്രയും സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ ആയിരിക്കും. അങ്ങനെ കുറേ ദിവസത്തെ പ്ലാനിങ്ങും അങ്ങനെ കഴിഞ്ഞ് ഫൈനലി ആ ഡേ എത്തി. ഞങ്ങൾ കുറേ മെമ്മറീസ് കളക്ട് ചെയ്ത് കുറേ ഫോട്ടോസ് എടുത്തിട്ടൊക്കെയാണ് ഞങ്ങൾ പിരിഞ്ഞത്.